സാറേ കുഴപ്പമില്ല സാറേ. സാറ് പറഞ്ഞ സംഭവം നടക്കൂല്ലോ അല്ലേ? പിന്നെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഉല്ലാസിന് ഞാൻ എന്ത് പഠിപ്പിച്ചെന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എത്ര അടി മേടിച്ചു ആണോ? എന്നാൽ എനിക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട്. നമ്മൾ പറഞ്ഞ അനുസരിക്കൂല. പഠിക്കാത്തോണ്ട് അടിച്ചതെന്ന് സാറിന് അവർക്ക് മനസ്സിലായ പിന്നെ എന്ത് വിഷയമില്ലല്ലോ സാർ. സാർ ധൈര്യമായിട്ട് വന്നു. നമസ്തേ സാർ. ഉല്ലാസ മനസ്സിലായോ എന്നെ നീ? പിന്നെ മനസ്സിലായി. ആ എന്നെ കണക്ക് പഠിപ്പിച്ച പിഷാരടി മാഷാണ്. അയ്യോ, പിഷാരടി നല്ല കളറൊക്കെ ഉള്ള ആളല്ലേ? ഇതാ പിഷാരടി അല്ല, ഇതെന്റെ കണക്ക് മാഷ്. അപ്പൊ കൂടെയുള്ള ആരാ? പിയൂണാ? അയ്യോ, പിയൂണല്ല, ഞാൻ ചരിത്രാധ്യാപകൻ. ചരിത്രം പറഞ്ഞു കഴിഞ്ഞാല് അത് ഇനി കൂടുതൽ ചരിത്രം വിളമ്പണ്ട, നാറും. ചരിത്രം വിളമ്പാൻ സാറേ, കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു? കുടുംബമൊക്കെ ഇങ്ങനെ പോകുന്നു ഉല്ലാസേ. പിള്ളേരൊക്കെ സുഖമാണോ? എല്ലാവർക്കും സുഖമാണ്. 4 മക്കളാ മോനെ എനിക്ക്. ഞാൻ പിന്നെ ഈ കണക്ക് മാഷായതുകൊണ്ട് ഹരിച്ചും കുണിച്ചും ഒക്കെ പിള്ളേർക്ക് പേരങ്ങിട്ട് ആ ഒരു രീതിയിലുള്ള പേരായിട്ടത്. മൂത്ത മോടെ പേര് ബിന്ദു, രണ്ടാമത്തെ മോടെ പേര് രേഖ, അതിനിളയ മോടെ പേര് രശ്മി, നാലാമത്തെ മേളിൽ ഫുൾ സ്റ്റോപ്പ് എന്നായിരിക്കും. അങ്ങനല്ല, അത് 2 മാസം പ്രായമായുള്ളൂ. അതുകൊണ്ട് എക്സ് എന്നോ വൈ എന്നോ വിളിക്കും. വൈ അങ്ങനെ അങ്ങ് ഇട്ടേക്ക്. എന്റെ ബില്ലിച്ചേട്ടാ, ഈ സാറുണ്ടല്ലോ, എന്നെ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സാറ് എന്നെ കണക്ക് പഠിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ, അല്ലെങ്കിൽ സാറിന് അത് വിശ്വാസം വന്നതിന് ശേഷമേ അടുത്ത പാഠഭാഗം എന്നെ പഠിപ്പിക്കാറുണ്ട്. അത്രയ്ക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ഉല്ലാസിന് മനസ്സിലായാൽ പിന്നെ എനിക്കൊന്നും പേടിക്കണ്ട. എൻ്റെ ക്ലാസ്സിൽ കിടക്കുന്ന ബെഞ്ചിനും ഡെസ്കിനും എൻ്റെ മേശയും കസേരയും വരെ മനസ്സിലാക്കിയെന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രയ്ക്ക് മഴമണ്ടനാണ് ഇരിക്കുന്നത്. ആണോ? അത്രയ്ക്ക് ഇത്രയും ഞാൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ സാറിനെ കളിയാക്കാൻ വരുവാണോ? കളിയാക്കൊന്നുമില്ല. സാർ പറഞ്ഞു കേട്ടില്ലേ? സത്യം പറഞ്ഞല്ലോ ഉല്ലാസ്. എന്ത് സത്യം? ഞാൻ ഒരു കാര്യം പറയട്ടെ. സാറ് എന്നോടൊരു ചോദ്യം ചോദിക്കും, ഞാൻ അതിന് ഉത്തരം പറയാം. സാറ് പഠിപ്പിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാറ് പഠിപ്പിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യങ്ങളും പുള്ളി ഓർത്തിരിക്കും. ഞാൻ ചോദിക്കാം ഉല്ലാസ്, ശ്രദ്ധിക്ക്. അതായത് 1000 കിലോ എന്ന് പറയുമ്പോൾ 1 ടൺ. 1000 കിലോ എന്ന് പറയുമ്പോൾ 1 ടൺ. അപ്പൊ 3000 കിലോ എത്ര ടണ്ണാണ്? പറയൂ. 1000 കിലോ 1 ടൺ. ഈ മണ്ടനോട് ഇപ്പൊ ബോധ്യമായല്ലോ. ഇതുപോലൊരു പോഴനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണക്ക് ചോദിച്ചിട്ട് കാര്യമില്ല. വന്ന കാര്യം എന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് പറ. അത് സാറ് തന്നെ പറ. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? അല്ല ഉല്ലാസേ, എന്തോ നമ്മൾ ഈ ഓണത്തിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് പറയുക. ചരിത്രം വിളമ്പരാന്നാ വന്നത്. ഉണ്ടായി ഇവിടെ. ഞാൻ പറഞ്ഞോളാം. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കും. എനിക്ക് വിശ്വാസമാണ്. സാറെന്താണ് ഇപ്പൊ ഇങ്ങോട്ട്? അതാണ് പറയുന്നത്. ഉല്ലാസ് ഓണത്തിന് സ്കൂളിൽ വരെ ഒന്ന് വരണം. ഞാനോ? ഞാനെന്തിനാ ഓണത്തിന് അങ്ങോട്ട് വരുന്നത്? പിള്ളേർക്ക് ഈ കായ ഉണ്ടല്ലോ വറുത്ത് കൊടുക്കാൻ. എൻ്റെ ഉല്ലാസം ഒരു സെലിബ്രേറ്റ് അല്ലയോ? അതുകൊണ്ടാണ് ഞാൻ ക്ഷണിക്കാനായിട്ട് വന്നതാണ് സ്കൂളിലേക്ക് ഓണത്തിന്. മനസ്സിലായില്ലേ? വരണം. ഞാൻ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ആണ് PTA മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. ഉല്ലാസിന് എന്തെല്ലാം കാര്യങ്ങൾ അടിച്ചു കയറ്റി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്ന് വരെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇല്ലാത്ത കാര്യം. ഇതുള്ളതല്ലേ? അത് ഇയാൾ മാത്രമേ പറഞ്ഞാൽ മതി. ഞാൻ കൂടെ തോന്നുന്നുണ്ട്. അതില്ലേ പറഞ്ഞാൽ മതി. എന്തായാലും അത് പോട്ടെ, വഴക്കൊന്നും വേണ്ട. ഉല്ലാസ് സ്കൂളിൽ വരെ ഒന്ന് വരണം. സ്കൂളിൽ വന്നിട്ട് ആ പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിച്ച് ഒരു പാട്ടൊക്കെ പാടി ഒരു മിമിക്രിയൊക്കെ നടത്തി പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഞാൻ ഓണത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഓണമൊക്കെ അല്ലേ, ഡേറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട്. ഡേറ്റിന്റെ പ്രശ്നമാകുമ്പം അങ്ങനെ ഡേറ്റിന്റെ പ്രശ്നമാകുമ്പം ഓണ സമയം ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞു വല്ലതും ആണെങ്കിൽ. അല്ല, ഇതൊരു ഫണ്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. ഫണ്ടൊക്കെ ഉള്ള പരിപാടി പ്രോഗ്രാം ആയിരുന്നു. അല്ല സാറേ, ഈ എന്നാണ് പരിപാടി? ഡേറ്റ് കറക്റ്റ് പരിപാടി എന്നാണ്? ഈ ഉത്തരാടത്തിന്റെ തലേദിവസം 21-ാം തീയതി. ഉത്തരാടത്തിന്റെ തലേദിവസമാണോ? 21-ാം തീയതി. അന്ന് കുഴപ്പമില്ല. ഞാൻ അതെനിക്ക് ഫണ്ട് വരുമ്പോൾ ഡേറ്റ് വരുമെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം. അപ്പം ഉല്ലാസം അവിടെ നിന്ന് വരണം. സ്കൂളിൽ വന്ന് പിള്ളേരെ സന്തോഷിപ്പിക്കാം. ഞാൻ വരാം സാറേ. സാറേ, ഞാൻ വരുമ്പോഴേ, അന്ന് നമ്മള് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ 5ലും 6ലും 7ലും ഒക്കെ ഞാൻ കവിത ചൊല്ലുമായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? വരുമ്പോ ഞാൻ ആ കവിത തന്നെ അങ്ങ് ചൊല്ലിയാ പോരെ? എന്നാ പിന്നെ എനിക്ക് ആ ഉച്ചക്കഞ്ഞിയിൽ വിഷങ്ങളെത്തി പിള്ളേർക്ക് കൊടുത്താൽ പോലെ. അതിൻ്റെ കൂടെ 2 സ്പൂൺ ഞാനിവിടെ കുടിക്കാം.
ആ പിള്ളേരുടെ ഭാവി ഓർത്ത് ആ പാട്ട് വന്ന് പാടുന്നത്. പിന്നെ ഒരു കാര്യം, ഉല്ലാസ് ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ എൻ്റെ സ്കൂളിൽ വന്നൊരു കുട്ടിയാണ്. എന്റെ സാറ് ഒരു കുട്ടിയെ കുറിച്ച് എങ്ങനെയാണോ പറയുന്നത്? പിന്നെ 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ ഉല്ലാസ് വന്നു എന്ന് പറയല്ലേ? അന്നെ 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ ഉല്ലാസ് പഠിച്ചു എന്ന് പറയൂ. പഠിച്ചു എന്ന് പറഞ്ഞാൽ ദൈവകോപം ഉണ്ടാവും, വന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ടാണ്. അത് പോട്ടെ, ഉല്ലാസ് ഒന്ന് എത്തുവോ, ഒന്ന് സഹകരിക്കാവോ? ഉല്ലാസ് പണ്ടുള്ള പരിപാടിയാണ് സാറേ. അത് ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പൊ അന്ന് പരിപാടി ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിട്ടേ ഉല്ലാസിന്റെ ടീമും എന്റെ ടീമും പിന്നെ പരിപാടി ആങ്കർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അശ്വതീനയുടെ വിളിച്ച നല്ല പരിപാടിയായിരിക്കും. മോൻ രക്ഷപ്പെടും. മോന്റെ നല്ല സ്വഭാവമാണ്. അതെന്താ പക്ഷെ അങ്ങനെ? അതെന്താന്ന് ചോദിച്ചാൽ ഒരു പരിപാടി അയലത്തൂടെ വന്നപ്പോൾ നീ എടുത്ത് ചാടി അതിനകത്ത് കയറിയല്ലോ. നല്ല ഭാവിയുള്ള ഞാൻ ഉഗ്രനാണ്, മനസ്സിലായി? ഉല്ലാസം വന്നില്ലെങ്കിൽ എന്റെ ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് അതെ അല്ല സാർ പരിപാടിയൊക്കെ ചെയ്യും. അല്ലല്ല, ഉല്ലാസ് ആ സ്കൂളിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ ഒരു ഒറ്റ പരിപാടി നമ്മുടെ സ്കൂളിൽ നടന്നിട്ടില്ല. അതാണ് സങ്കടം. ആണോ? പരിപാടി നടന്നിട്ടില്ല. പിന്നെ ഈ സാർ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു മിമിക്രി നടത്താം, ഞാനൊരു മിമിക്രി നടത്തിക്കോട്ടെ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഉല്ലാസ് പറഞ്ഞ ആ സ്റ്റേജിൽ പിന്നെ സാറ് കയറി അത് മോശമാണ്, അതുകൊണ്ട് ഞാൻ ഇത് നടത്തിച്ചിട്ട്. അങ്ങനെ പറയരുത് സാർ. കഴിവുണ്ടെങ്കിൽ സാറിന് അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് വേണ്ട, നല്ലതാണ് സാർ. പറയരുത്, കഴിവുള്ളവർക്ക് നമ്മളൊരു അവസരം കൊടുക്കണം. അവിടെയാണ് സാറിന്റെ വലിപ്പം ഉണ്ടാകുന്നത്. അങ്ങനെയാണോ? സാറിന്റെ സാറ് ചെയ്യും സാറേ. അതെ ചെയ്യും സാർ. ഇവിടെ ചെയ്യാനോ? അല്ല ഇവിടെ ഇപ്പൊ വേണ്ട. ചെയ്യും സാറേ. അല്ല ഇവിടെ വെച്ച് വേണ്ട. അവരെല്ലാം പറയുന്നില്ലേ സാർ? തൊണ്ട ശരിയല്ല, ഇപ്പൊ വേണ്ട. അല്ലെ എല്ലാരും നിർബന്ധിക്കുന്നില്ലേ സാർ? ഇപ്പൊ നല്ലൊരു വേദിയല്ലേ സാർ? സാറ് ചെയ്യേ. നല്ലൊരു വേദിയല്ലേ? അല്ല ഇപ്പൊ വേണ്ടത്. വേണ്ടയോ? വേണ്ട 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 വേണ്ട. എന്നാ വേണ്ട. അയ്യോ വേണം. എന്നാ പിന്നെ ആദ്യം പറഞ്ഞ ചെയ്താ പോരെ? വെയിറ്റ് ഇട്ടതാണോ? എന്നല്ല, വലിയ കലാകാരന്മാരുടെ മുന്നിലൊക്കെ ചെയ്യുമ്പോഴത്തേന് പണ്ട് ഒരുപാട് ചെയ്തിട്ടൊക്കെ ഇവിടെ ഈ സ്കൂളിൽ ചെയ്തില്ല. ഉല്ലാസ് വരുന്നതിന് മുമ്പ് ഒക്കെ ചെയ്യാൻ ഒരു അവസരം തരുവാണെങ്കിൽ വളരെ സന്തോഷം. ചെയ്തോട്ടെ. കാലാകാലങ്ങൾക്ക് മുമ്പ് ഭൂമി ഒരിരുണ്ട ഭൂഗോളമായിരുന്നു. ഒരു കാലത്ത് ആ ഭൂമി പൊട്ടിത്തെറിച്ചു. അതിൽ നിന്നും ചെറുതായി ജീവജാലങ്ങൾ ഉടലെടുത്തു. അവസാനം മനുഷ്യൻ ഉടലെടുത്തു. അവിടുന്ന് മനുഷ്യൻ ഹൈടെക് ജീവിതം നയിച്ചു. അവസാനം പ്രളയം എന്നെല്ലാം നശിച്ചു. മൈക്ക് സ്റ്റാൻഡിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇത് മൈക്ക് സ്റ്റാൻഡിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു മൈക്ക് സ്റ്റാൻഡിന്റെ കുറവുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതെടുത്ത് നിന്റെ തലയ്ക്ക് അവരോട് തന്നാൽ ഞാൻ മൈക്ക് സ്റ്റാൻഡ്. ഇതാ പറഞ്ഞ ദൈവം എൻ്റെ കൂടെ, എൻ്റെ രക്ഷകർത്താക്കൾ കേൾക്കണം. ഇതാ പറഞ്ഞ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് വിശ്വാസമായത്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ആ സ്കൂളിൽ ഈ പരിപാടി നടത്തിയിരുന്നെങ്കിൽ, ഒരു പാവപ്പെട്ട ഗവൺമെൻറ് സ്കൂളാണ്, 32 കുട്ടികളെ ഉള്ളൂ. ആ കുട്ടികൾ അവരുടെ ഭാവി എന്തായാലും അവർ ചിഹ്നിച്ച് തറിപ്പോത്തില്ലായിരുന്നു. എൻ്റെ സ്കൂൾ പൂട്ടേണ്ടി വരത്തില്ലായിരുന്നു. അതാ ദൈവം, നീ വലിയവനാണ്. സാർ അധ്യാപകനാണെന്ന് തോന്നുന്നു. അധ്യാപകനാണോ? സാർ അധ്യാപകനാണോ? ഇന്ന് ഈ ടീമിനെ കൊണ്ടുപോകണേ, അവിടെ പരിപാടി നടത്താൻ ഇന്ന് കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങള് വരാം. നിങ്ങൾ വരുമോ? അപ്പൊ നിങ്ങളെ പൈസ ഞാൻ ചോദിക്കത്തില്ല. എന്റെ ഞാൻ പഠിപ്പിച്ച ചെറുക്കൻ അവൻ ചിലപ്പോൾ മടി കാണിക്കും. ഇല്ലാത്ത അപ്പൊ നമ്മുടെ ആ പ്രോഗ്രാമിന്റെ ഒരു പൈസയുടെ കാര്യം അത് ഞാൻ പറയാലോ. 4 രൂപയാവും. 4 രൂപ കുഴപ്പമില്ല, ചെയ്യാം. അഡ്വാൻസ് എന്തെങ്കിലും? അഡ്വാൻസ് 500 രൂപ. പിന്നെ അഡ്വാൻസ് ഒരു 10,000 രൂപ തന്നിട്ട് പോ സാറേ. 10,000? 4,000 രൂപയുടെ പരിപാടിക്ക് 10,000 രൂപ അഡ്വാൻസോ? 4,000 രൂപയ്ക്ക് പിന്നെ തോൽവിയാണോ? 4,000 രൂപയ്ക്ക് ആര് വരാന്ന് പറഞ്ഞു? 4,000 മതി എന്ന് പറഞ്ഞു. 4ന്റെ വലസൈഡിൽ ഒരു പൂച്ച വിടണം. 40,000 രൂപയാണ് പരിപാടിക്ക്. 40,000 രൂപയുടെ പരിപാടിയോ? അത് ബുദ്ധിമുട്ടാണ് ഉല്ലാസേ. 4,000 രൂപയ്ക്ക് എന്റെ വണ്ടിയുടെ വീൽ അവിടെ വന്നൊന്ന് കറങ്ങിയിട്ട് പോരും. അത് ശരി, അത് ബുദ്ധിമുട്ടാ. പൂർവ്വ വിദ്യാർത്ഥി അത് ഞാനിക്കൊരു അബദ്ധം പറ്റിയ, നന്ദി കാണുമെന്ന് വിചാരിച്ചു. പഠിപ്പിച്ച അധ്യാപകനോടൊക്കെ ഇങ്ങനെ പെരുമാറിയാൽ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞ്. എന്റെ സാറേ, സാർ ഈ പൈസ കളയേണ്ട കാര്യമുണ്ടോ?
സാറ് പിള്ളേരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഞങ്ങൾ വിടും പരിപാടി നടത്തും. സാറിന് ഇവിടെ ഇരുന്ന് പിള്ളേർക്കും സാറിന് ഇവിടെ നിന്ന് പരിപാടി കണ്ടുകൂടെ? അത് ശരിയാണ്. അത് ഐഡിയ, അത് സമ്മതിച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പിന്നെ വെറുതെ അത് നാട്ടുകാർ കാണുകയും ചെയ്യും. അതാ വെറുതെ എനിക്ക് 40,000 ആ ബുദ്ധി പോയില്ല. ഞാൻ ഫോണിലൊന്ന് വിളിച്ച് സംസാരിക്കേണ്ടതായിരുന്നു. 40,000 രൂപ തന്നിട്ട് വെറുതെ അവിടെ ഒന്ന് പരിപാടി കണ്ടിട്ട് ആരും അത് പറ്റിപ്പോയി. ലോകം മലയാളികൾ ശരി ഉല്ലാസേ, നമുക്ക് അങ്ങനെ ഈ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്കും ഒക്കെ ഭക്ഷണവും കിട്ടും ഇവിടുന്ന്. എല്ലാം ഉണ്ട്. ശരി സാർ, ആയിക്കോട്ടെ എന്നാ. അതുപോലെ അന്ന് അങ്ങനെ ഉല്ലാസേ. സാറേ പിള്ളേരെ പെട്ടെന്ന് അല്ല പിന്നെ ഉല്ലാസേ, എന്തോ നീ കണക്കിൽ ഭയങ്കര തോൽവിയാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ 40,000 നീ എവിടെ കൊണ്ട് വെക്കുന്നടാ ഇതല്ല?